ജീവൻ ടിവിയുടെ ജനഹിതയാത്ര മണ്ഡലങ്ങളിലൂടെ പര്യടനം തുടരുകയാണ്. ഇന്ന് ജീവൻ ജനഹിതയാത്ര തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലാണ് പര്യടനം ആരംഭിക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഒരിടത്താണ് ഇപ്പോൾ ജീവൻ ജനഹിതയാത്ര. 1952 ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രയായി മത്സരിച്ച് വിജയിച്ച ഏക വനിതാ സ്ഥാനാർത്ഥി ആനി മസ്ക്രീന്റെ പ്രതിമയ്ക്ക് മുന്നിൽ 68,117 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലെ എതിരാളിയായ ടി.കെ. നാരായണപിള്ളയെ ആനി മസ്ക്രീൻ പരാജയപ്പെടുത്തിയത്. അവിവാഹിതയായ ആനി മസ്ക്രീൻ 1963 ജൂലൈ 19 അന്തരിച്ചത്. ആ ധീര വനിതയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ജീവൻ ടിവിയുടെ ജനഹിതയാത്ര തിരുവനന്തപുരം മണ്ഡലത്തിൽ പര്യടനം ആരംഭിക്കുകയാണ്. സംസ്ഥാനം ഉറ്റുനോക്കുന്ന വാശിയേറിയ പോരാട്ടമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത്. കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ 99,928 ഭൂരിപക്ഷത്തിനാണ് എതിർ സ്ഥാനാർത്ഥിയായ CPIയിലെ ഇടത് LDFിലെ CPI സ്ഥാനാർത്ഥിയായ പി രാമചന്ദ്രൻ നായരെ പരാജയപ്പെടുത്തിയത്. PK കൃഷ്ണദാസ് ആയിരുന്നു BJP സ്ഥാനാർത്ഥി. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും UDF സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് കോൺഗ്രസിലെ ഡോക്ടർ ശശി തരൂരാണ്. CPIയിലെ ബെനറ്റ് എബ്രഹാമാണ് LDFിന്റെ സ്ഥാനാർത്ഥി. BJP സ്ഥാനാർത്ഥിയായി O രാജഗോപാലാണ് മത്സരിക്കുന്നത്. ജീവന്റെ ജനഹിതയാത്ര ഇപ്പോൾ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശാസ്തമംഗലം ജംഗ്ഷനിലാണ്. അല്പസമയത്തിനകം ഇവിടുത്തെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ ശാസ്തമംഗലത്തേക്ക് എത്തിച്ചേരും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂരിന് ഇത് ലോക്സഭയിലേക്ക് രണ്ടാം മത്സരമാണ്. കേന്ദ്ര സഹമന്ത്രി, വിദേശകാര്യം, മാനവശേഷി വികസനം എന്നിവ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ശശി തരൂരിന്റെ രാജ്യാന്തര ബന്ധം കഴിഞ്ഞ തവണ UDF പ്രചരണ ആയുധമാക്കി. ഇത്തവണ വിഴിഞ്ഞം പദ്ധതി അടക്കമുള്ളവ തുറപ്പിച്ചിട്ടാണ്. അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളും ഒപ്പം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും. സാർ, എങ്ങനെയുണ്ട്? ചൂടുണ്ടോ അവിടെ? ചൂട് കുറച്ചൊക്കെ ഉണ്ട്, പക്ഷെ അത് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മൾ പഴക്കമായി. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഇവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. ജനങ്ങൾ നല്ല ആവേശം കാട്ടുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഞാൻ 5 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു. ജനങ്ങൾ എന്നെ എല്ലാവരുടെയും കണ്ടിട്ടുണ്ട്, എൻ്റെ സാന്നിധ്യം കണ്ടിട്ടുണ്ട്, എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഗുണവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. എന്താ കാരണം, ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവർക്കറിയാം ഇയാൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്തിട്ടുണ്ട്. ഞാനാണ് ഇന്ത്യയിലത്തെ ആദ്യത്തെ MP. എല്ലാ വർഷവും ഒരു ആനുവൽ റിപ്പോർട്ട് ഇറക്കി, ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, ഇങ്ങനെയാണ് നിങ്ങളുടെ പൈസ ചെലവാക്കിയത്, അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇപ്പോൾ ഒരു 5 വർഷത്തെ റിപ്പോർട്ട് ഇറക്കിയിട്ട് പിന്നെ അവർക്ക് ഉത്തരമില്ല. താങ്കൾ ജയിച്ച് ഈ മണ്ഡലത്തിലേക്ക് വിളിച്ചു വന്നാൽ ആദ്യം നടപ്പാക്കാൻ പോകുന്ന 5 എണ്ണം 1, 2, 3, 4, 5 ചില കാര്യങ്ങൾ നേരം എടുക്കും. ആദ്യം ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഈ പോസ്റ്ററും ഫ്ലെക്സിനും ഒക്കെ ഇറക്കണം ജയിച്ച് വന്നു കഴിഞ്ഞ ഉടനെ. എന്താ കാരണം, നമ്മുടെ നഗരത്തെ ഒന്ന് വീണ്ടും കുറച്ചും കൂടി ഫ്രീ ആക്കണം. അതിന് കഴിഞ്ഞ തവണയും ചെയ്തു, ഈ തവണയും ചെയ്യും. രണ്ടാമത്തെ നമുക്ക് ചെയ്യാനുള്ളത് ചില ഫോളോ അപ്പ് ഉണ്ട്. നാഷണൽ ഹൈവേ 43 വർഷമാണ് കല്ലിട്ട ശേഷം ഓരോ തടസ്സങ്ങളൊന്നും ഇളകാതിരുന്നത്. ഞാൻ ഈ തടസ്സങ്ങളൊക്കെ മാറ്റി എല്ലാ ടെൻഡർ ഇറക്കി, ഭൂമി ആക്വിസിഷനെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു, ചെക്കിൻ്റെ കൈമാറി. പക്ഷേ റോഡ് കെട്ടുന്നവരെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെ പുറകെ നടക്കണം. അതെല്ലാം ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം, നമ്മളുടെ എല്ലാ വിഴിഞ്ഞം തുറമുഖം എന്താണ്, നമ്മൾക്ക് 25 വർഷമായി സംസാരം കേൾക്കുന്നു. പക്ഷേ അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങൾ, പരിസ്ഥിതി ക്ലിയറൻസ്, കോസ്റ്റൽ റെഗുലേഷൻ ക്ലിയറൻസ്, ഇപ്പോഴാണ് നമ്മൾ ഈ 2.5 വർഷത്തിൽ UDF സർക്കാരും ഞാൻ MP ഡൽഹിയിലും കൂടി സഹകരിച്ചിട്ട് ഇതുവരെ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടെ നമ്മൾ വിട്ടുകൊടുക്കാൻ സാധിക്കില്ല. ട്രൈബ്യൂണലിൽ പരാതി പോയിട്ടുണ്ട്, അതിനെ എതിർക്കണം. ടെൻഡർ ഇറക്കണം, കമ്പനിമാരെ കൊണ്ടുവരണം, കുറച്ച് ലോബിയിങ് ചെയ്യണം, ഇവിടെ കൺസ്ട്രക്ഷൻ ആരംഭിക്കണം. അതിനൊക്കെ സസ്റ്റെയിൻ ഫോളോ അപ്പ് അത്യാവശ്യമാണ്. നമ്പർ 4,
തീരദേശത്തിലത്തെ ചില ആവശ്യങ്ങൾ ചെയ്തത് പോരാന്നൊരു വിചാരമുണ്ട്. എനിക്കും ഒരു വിചാരം, അവിടെ അത്രത്തോളം ആവശ്യങ്ങളുണ്ട്. അവിടെ വിദ്യാഭ്യാസ മേഖലയിലും ഒരു അസിസ്റ്റൻസ് പാക്കേജിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിക്കാൻ പോവാണ്. ഈ തവണ നമ്മളൊരു സെപ്പറേറ്റ് ഫിഷറീസ് മിനിസ്ട്രി ആവശ്യപ്പെട്ടപ്പോൾ നമ്മളുടെ ഒരു കോalition പാർട്ട്ണറാണ് അഗ്രികൾച്ചർ മിനിസ്റ്റർ, അദ്ദേഹം അത് വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ ഈ തവണ അതിനുവേണ്ടി വീണ്ടും ആവശ്യപ്പെടാൻ പോവുകയാണ്. നമ്പർ 5, ഹൈക്കോടതി ബെഞ്ച്. ഇപ്പോൾ ആദ്യത്തെ അനക്കമാണ് ഈ 57 വർഷം, എന്നെക്കാട്ട് പ്രായമുള്ളൊരു വിഷയമാണത്. എന്തായാലും 57 വർഷത്തിൽ ഈ ഹൈക്കോടതി ബെഞ്ച് വന്നിട്ടില്ല. പക്ഷെ ആദ്യം കൊണ്ടുവന്ന അനക്കം ഇതാണ്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഒരു സീനിയർ ജഡ്ജിമാരുടെ 5% കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റിയാണ് ഈ വിഷയത്തെ നല്ലപോലെ പരിശോധിക്കുന്നത്, എല്ലാ ഫയലുകളും പഠിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം, തീരുമാനം റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിന് മുമ്പ് ഹിയറിങ്സ് നടത്താനും നമ്മുടെ അഭിപ്രായം അറിയിക്കാനും നമ്മളുടെ സൈഡിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങളും തിരുവനന്തപുരത്തിൻ്റെ അവകാശങ്ങളും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും അതും ഒരു അർജൻറ്റായിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ചെയ്യണം. താങ്ക് യു സോ മച്ച് സാർ. താങ്ക് യു. തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായി CPIയിലെ ഡോക്ടർ ബെനറ്റ് P. എബ്രഹാം മത്സരിക്കുകയാണ്. തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിയാണ് ബെനറ്റ് P. എബ്രഹാം. അദ്ദേഹം CSI മെഡിക്കൽ മിഷൻ ഡയറക്ടറാണ്, സ്വസ്തി എന്ന NGOയുടെ സ്ഥാപകനാണ്. അങ്ങനെ നിരവധി വിശേഷണങ്ങളാണ് ഡോക്ടർ ബെനറ്റ് P. എബ്രഹാമിനുള്ളത്. അതുകൊണ്ട് തന്നെ LDF അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തന മികവിലാണ് LDFന്റെ പ്രതീക്ഷ. ഡോക്ടർ ബെനറ്റ് P. എബ്രഹാം, താങ്കൾ ജയിച്ചു വന്നാൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 5 വികസന പദ്ധതികൾ മുൻഗണനാ ക്രമത്തിൽ ഞാൻ ആദ്യം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് കുടിവെള്ളം, സാനിറ്റേഷൻ, ഇത് രണ്ടായിരിക്കും. സെക്കൻഡ് വിൽ ബി ഡെവലപ്മെന്റ് ഓഫ് ദ റെയിൽവേസ്, ബിക്കോസ് ട്രിവാൻഡ്രം മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ ഒറ്റ 5 പ്ലാറ്റ്ഫോമുള്ള റെയിൽവേ സ്റ്റേഷനായി നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ നോക്കിയാലും മദ്രാസിൽ, ബാംഗ്ലൂരിൽ നോക്കിയാലും വലിയ സ്റ്റേഷൻ. സമ്മതിച്ചു, നമുക്ക് തമ്പാനൂരിൽ സ്ഥലമില്ല, നേമത്ത് ഇഷ്ടം പോലെ സ്ഥലം കിടപ്പുണ്ട്, 48 ഏക്കർ സ്ഥലം കിടപ്പുണ്ട്, കൊച്ചുവേളിയിലുണ്ട്, കഴക്കൂട്ടത്തുണ്ട്. ഇതെല്ലാം കൂടെ കോർഡിനേറ്റ് ചെയ്താൽ വലിയ ഒരു നിര പ്ലാറ്റ്ഫോംസ് ഇവിടെ ഉണ്ടാക്കാനും സാധിക്കും, റെയിൽവേ സ്റ്റേഷൻ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. തേർഡ്, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായ വിഴിഞ്ഞം ഹാർബർ റിയാലിറ്റി ആകും. ഫോർത്ത് വൺ, ഐ വിൽ ഗിവ് പ്രയോറിറ്റി ഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ. ഇൻഡസ്ട്രിയൽ ഏരിയാസ് നമുക്ക് വളരെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. 2 ഇതുള്ളത് വലുതായിട്ട് പ്രവർത്തിക്കുന്നില്ല, പാപ്പനംകോട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റും നമ്മുടെ എയർപോർട്ടിനടുത്തുള്ളതും. IT ഡെവലപ്മെൻറ്റ് കാലത്തിനൊപ്പം നമ്മുടെ ജനത്തെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ. IT ഡെവലപ്മെൻറ്റ് ഏറ്റവും നല്ല പൊസിഷനിലാണ് ഇന്ന് ട്രിവാൻഡ്രം നിൽക്കുന്നത്, എയർപോർട്ടിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ വളരെയധികം കാര്യങ്ങൾ ജനങ്ങളോടൊപ്പം ചേർന്ന്, ജനങ്ങൾക്ക് വേണ്ടി, ജനത്തിന് അവരോടൊപ്പം നിന്ന്, ജനപ്രതിനിധികളോട് ചേർന്ന് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കാൻ സാധിക്കും. തീർച്ചയായും താങ്കൾ ജയിച്ചു വന്നാൽ ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷയർപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീ O. രാജഗോപാൽ. മുൻ കേന്ദ്രമന്ത്രി, ജനസംഘത്തിലൂടെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്തേക്ക് വന്നു. BJP സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങൾ വഹിച്ചു. 1999 വാജ്പേയി മന്ത്രിസഭയിൽ നിരവധി വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. 2004 O. രാജഗോപാൽ നേടിയ 2,28,000 വോട്ടാണ് BJPയുടെ ഏറ്റവും വലിയ റെക്കോർഡ് നേട്ടം. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം ഇത്തവണത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്ന്. ശ്രീ O. രാജഗോപാൽ, നമുക്ക് അറിയേണ്ടത് ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പൊതുവെയുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? വളരെ നല്ല റെസ്പോൺസാണുള്ളത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി പല ഇലക്ഷൻസിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ ആ മത്സരിച്ചതിലെല്ലാം
ഏറ്റവും കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഞാൻ അനുഭവപ്പെടുന്നത്. ഒന്ന്, രാഷ്ട്രീയ അന്തരീക്ഷം അനുകൂലമാണ്. കാരണം ഇവിടെ ദേശീയ നിലവാരത്തിൽ 10 കൊല്ലത്തെ UPA ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ മടുത്തിട്ടുള്ള ആൾക്കാരെ കറപ്ഷൻ്റെ കാര്യത്തിൽ, അതുമാതിരി തന്നെ ഭരണത്തിൻ്റെ അതിൻ്റെ എഫിഷ്യൻസിയുടെ കാര്യത്തിൽ, ദുർഭരണത്തിൻ്റെ കാര്യത്തിൽ, ഇതിനൊക്കെ തന്നെ മനസ്സ് മടുത്തിട്ടുള്ള ആൾക്കാർ വേറെ ഒരു മാറ്റം വേണമെന്നുള്ളതായ ആഗ്രഹം വളരെ തീവ്രമായിട്ടുണ്ട്. ഈ UPA ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പിക്ചർ ജനങ്ങളുടെ മനസ്സിലുള്ളത് ഒരു ദുർബല ഗവൺമെൻറ് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളുണ്ട്, എനിക്കൊന്നും ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. ഒരു ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം കേന്ദ്രത്തിൽ ആവശ്യമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം, ഒരു ഇച്ഛ പ്രബലമായി ജനങ്ങൾക്കിടയിലുണ്ട്. അതിന് ഈ സമയത്താണ് മോഡിയെ പോലെ ഒരു പെർഫോമർ, അച്ചീവർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രതിപക്ഷ വെല്ലുവിളികളെയും നേരിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലല്ല 3 പ്രാവശ്യം വിജയിക്കുകയും ഓരോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ മെജോറിറ്റി വർദ്ധിപ്പിക്കുകയും ക്യാമ്പയിനിങ്ങിന് വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഈ ക്യാമ്പയിനിങ് ഗുണം ചെയ്യുമെന്ന് BJP കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഈ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, പുതിയ ജനറേഷൻ വോട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പഴയ നോഷൻസ് ഉണ്ട്. പഴയ കാലത്ത് ഞങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ആൾക്കാരുടെ പരമ്പരയാണെന്നൊക്കെയുള്ള ക്ലെയിം, അതല്ലെങ്കിൽ വിപ്ലവത്തിൻ്റെ വക്താക്കളാണെന്നുള്ള ക്ലെയിം, അതിനൊന്നും വലിയ ഒരു പ്രസക്തിയില്ല. അതെല്ലാം കഴിഞ്ഞുപോയ പഴയ കാലഘട്ടത്തിൻ്റെയാണ്. യുവാക്കൾ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നു. അത് ലോകത്തിലെ എല്ലാ ഭാഗത്തും നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി അവർ ബോധവാന്മാരാണ് ഇപ്പോഴത്തെ. നമുക്ക് അങ്ങ് ഈ മണ്ഡലത്തിലേക്ക് ജയിച്ചു വന്നാൽ തിരുവനന്തപുരത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികൾ മുൻഗണനാ ക്രമത്തിൽ ഒരു 5 എണ്ണം ഫസ്റ്റ് പ്രിഫറൻസ്. ഞാൻ അങ്ങനെ ഒരു പ്രയോറിറ്റൈസ് ചെയ്തിട്ടില്ല. വളരെയേറെ വികസന സാധ്യതയുള്ള സ്ഥലമാണത്. എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിൽ അതിന് ഞാൻ കാരണങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ കാര്യമുണ്ട്. അതേമാതിരി തന്നെ സെക്കൻഡ് വരാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ചിൻ്റെ ആവശ്യകതയുണ്ട്. അതിന് ആ കാര്യത്തിൽ സാധ്യതകളുണ്ട്. 2. മൂന്നാമത് എനിക്ക് തോന്നുന്നത് തിരുവനന്തപുരം നഗരത്തിനകത്ത് ധാരാളം ഈ കുളങ്ങളും വാട്ടർ വേസൊക്കെ ഉണ്ട്. അത് മുഴുവൻ ഇപ്പോൾ വൃത്തികേടിൻ്റെ കൂമ്പാരങ്ങളാണ്, മാലിന്യങ്ങൾ. അത് ശുചീകരിക്കുകയാണെങ്കിൽ ഒരു ബ്യൂട്ടിഫുൾ സിറ്റിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളാണ്. ഇവിടുത്തെ ട്രാഫിക്കിനെ സംബന്ധിച്ചിടത്തോളം ചില ഓവർ ബ്രിഡ്ജുകളുടെ നിർമ്മാണത്തിൻ്റെ ആവശ്യകതയുണ്ട് ലോങ് ടേം ആയിട്ടുള്ള. ഉദാഹരണത്തിന് നമ്മുടെ BJT ഹാളിൽ നിന്നും അവിടെ ഈസ്റ്റ് പോർട്ട് വരെയുള്ളതായിട്ടുള്ള സ്ഥലം കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അതൊരു ഓവർഹെഡ് ലോങ് ടേം ആയിട്ട് നിർമ്മിക്കുകയാണെങ്കിൽ വളരെയധികം സഹായമായിട്ടാണ്. പിന്നെ ഈ വരുന്ന സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള പിന്നെ ഒരു സാധാരണക്കാരന് പാവപ്പെട്ട ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതി സംവിധാനങ്ങൾ, അവർക്കുള്ള പിന്നെ ലാട്രിൻ, യൂറിൻ തുടങ്ങിയിട്ടുള്ള അതിനുള്ള സൗകര്യങ്ങൾ, ഇത് പ്രത്യേകിച്ച് സ്ത്രീകളും ബാക്കി പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ അനുഭവപ്പെടുന്നൊരു പ്രശ്നമാണ്. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കണം. അങ്ങനെ ധാരാളം പ്രശ്നങ്ങളുണ്ട്. അത് 5 എണ്ണം മുൻഗണനാ ക്രമത്തിൽ എൻ്റെ പെട്ടെന്ന് ഞാൻ മുൻകൂട്ടി നോട്ടീസുള്ളതല്ല, പെട്ടെന്ന് പറയും. ഓക്കെ, അപ്പോൾ സർ താങ്ക് യു സോ മച്ച്. ഇനി മോഡി കൂടി വരുന്ന കൂടി തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകും. താങ്ക് യു സോ മച്ച്. ഓക്കെ സർ. ാൽ തിരുത്തണം വഴിപിഴച്ച ചുവടുകൾ, പാർട്ടികൾക്ക് നൽകണം കർമ്മശൈലി ചിട്ടകൾ, ജനമനം തേടി ജീവന്റെ ജനഹിതയാത്ര. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ ആം ആദ്മി പാർട്ടി കേരളത്തിലും അവരുടെ വ്യക്തമായ സാന്നിധ്യം ഉറപ്പിക്കുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ AAP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അജിത് ജോയിയാണ്. മുൻ IAS ഉദ്യോഗസ്ഥനാണ്. അതുകൊണ്ട് നമുക്ക് ചോദിച്ചറിയാം, ഈ മണ്ഡലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്താൻ ഉദ്ദേശിക്കുന്നു സ്ഥാനാർത്ഥിയായി ജയിച്ചു കഴിഞ്ഞാൽ. കേരളത്തിൽ ആദ്യമാണ് AAPയുടെ സാന്നിധ്യം. എങ്ങനെ തോന്നുന്നു? എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ്? എങ്ങനെയാണ് ആദ്യം?
ജനങ്ങളുടെ റെസ്പോൺസ് വളരെ നല്ലതാണ്. ഇന്ന് രാവിലെ 7:30 മണി മുതൽ ഇവിടെയാണ്, ഈ ചാല മാർക്കറ്റിലാണ്. ഇപ്പം സമയം 12:06. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വോട്ട് വരും. കാരണം ജനങ്ങളിങ്ങനെ ഇപ്പോൾ നിലവിലുള്ള മുന്നണിയെല്ലാം മടുത്തിരിക്കുന്ന ഒരു സമയമാണ്. മാറ്റം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. താങ്കൾ അജിത് ജോയി ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി ജയിച്ചു വന്നാൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ പ്രത്യേകിച്ച് തിരുവനന്തപുരം മണ്ഡലത്തിൽ നടത്തും? മുൻഗണനാ ക്രമത്തിൽ ആദ്യത്തെ ഒരു 5 എണ്ണം പറയും. മുൻഗണന പല കാര്യത്തിലുണ്ട്. ഇപ്പം ജനങ്ങൾക്ക് പല സ്ഥലത്തും കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുടിവെള്ളമായിരിക്കും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതാണ്. സെക്കൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ, തൊഴിലായിരിക്കും നമ്പർ 2. അതായത് മാക്സിമം നമ്പർ ഓഫ് ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ വേണം. നമ്പർ 3 സിറ്റി നോക്കുകയാണെങ്കിൽ മാലിന്യം ഇവിടെ ഒരു വലിയ പ്രശ്നമാണ്. മാലിന്യം അതുപോലെ തന്നെ നമ്മുടെ കരമന, കിള്ളിയാറ് പോലത്തെ റിവേഴ്സ് ഇതൊക്കെ ക്ലീൻ ചെയ്യണം. മാലിന്യം നിർമ്മാർജ്ജനം ഇത് വേണം. പിന്നെ ഈ കടലോര പ്രദേശങ്ങൾ, കോസ്റ്റൽ ഏരിയാസ്, അവിടെ ഒരു കോംപ്രിഹെൻസീവ് ഡെവലപ്മെന്റ് ആവശ്യമുണ്ട്. സ്ത്രീകളുടെ സുരക്ഷ നമ്മൾ മറക്കാൻ പാടില്ല. ഇവിടെ ഇപ്പം ഈസ്റ്റ് ഫോർട്ട് ആയാലും ഏത് സ്ഥലമായാലും സ്ത്രീകൾ വളരെയേറെ ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അവർക്കുമുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ഒരു ടോയ്ലറ്റ്, മാഡമൊക്കെ ഇവിടെ വന്നാൽ ഒരു ടോയ്ലറ്റ് സൗകര്യം പോലെയില്ല. ബസ് കിട്ടാൻ വളരെ താമസിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം കാര്യങ്ങൾ നമ്മൾ ചെയ്യും. തീർച്ചയായും 2 മുന്നണികളിൽ നിന്നും വ്യത്യസ്തമായി ആം ആദ്മി പാർട്ടി സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വൻ മുൻഗണനയാണ് ആദ്യത്തെ 5 നിർദ്ദേശങ്ങളിൽ വെച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ലോഹയിട്ട ഒരു വൈദികൻ സംസ്ഥാനത്ത് ആദ്യമായി മത്സരിക്കുന്നു. ജനഹിതയാത്രയിൽ ഞങ്ങൾ കണ്ടെത്തിയ വേറിട്ട കാഴ്ച. എന്താണ് ഇങ്ങനെ ഒരു മത്സരരംഗത്തേക്ക് വരാനുള്ള സാഹചര്യം? എന്തായിരുന്നു? പാവപ്പെട്ട ജനതകള് വളരെയേറെ ഈ കടലോര പ്രദേശത്തുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ തലത്തിൽ വോട്ട് ചോദിച്ച് പാവപ്പെട്ട ജനതയെ വഞ്ചിക്കുന്നത് കൊണ്ടാണ്. ആ വഞ്ചനയെ തിരിച്ചറിഞ്ഞ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഇതിലേക്ക് നിൽക്കുക. അച്ഛൻ ജയിച്ചു വന്നാൽ ഈ മണ്ഡലത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ 5 എണ്ണം അക്കമിട്ട് 1, 2, 3, 4, 5. ഏറ്റവും പ്രധാനമായിട്ട് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക. രണ്ടാമതായിട്ട് പട്ടയമില്ലാത്തവർക്ക് പട്ടയം കൊടുക്കുക. മൂന്നാമതായിട്ട് ആരോഗ്യ തലത്തില് പിന്നോക്കം നിൽക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ഇൻഷുറൻസ് നൽകുക, ആരോഗ്യ ഇൻഷുറൻസ്. നാലാമതായിട്ട് വിദ്യാഭ്യാസ സൗകര്യത്തിന് വേണ്ടിയുള്ള പുതിയ പഠനങ്ങൾ, DPEP പോലുള്ള പഠനങ്ങൾ തയ്യാറാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുക. അഞ്ചാമതായിട്ട് ഈ പാവപ്പെട്ട കടലോര മത്സ്യത്തൊഴിലാളികൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം കണ്ടെത്തുവാൻ വേണ്ടിയുള്ള പ്രോജക്റ്റ് തയ്യാറാക്കുക. സ്ഥാനാർത്ഥി ജയിച്ചു വന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ മേഖല ആണ് ഏറ്റവും കൂടുതൽ രീതിയിൽ വരേണ്ടത്. തൊഴിൽ മേഖലകൾ ഇവിടെ കുറവാണ്. അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും, അതിന് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരണം. സാധാരണ ജനത്തിൻ്റെ സാമ്പത്തികമായുള്ള അവന് അവകാശപ്പെട്ട സമ്പത്ത് അല്ലെങ്കിൽ വിഹിതം അവനിൽ കിട്ടുമ്പോൾ മാത്രമേ യഥാർത്ഥ വികസനമാവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആളാണ്. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ഇവിടെ പറയുന്ന ആരുടെയും വികസന സങ്കല്പങ്ങളുമായി എനിക്ക് യോജിക്കാൻ കഴിയില്ല. ജനങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് മാലിന്യം. ശരിയാക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ വെയിലത്താണ് ഇരിക്കുന്നത്. ഇവിടെ ഒന്നും നടത്തി തന്നില്ല, ഒന്നും തന്നുമില്ല. പ്രതീക്ഷയുണ്ട്. പോയി ഇതാ വന്നെന്ന് ഇവിടെ എല്ലാരും വരും, അന്ന് ചെയ്യാം, ഇത് ചെയ്യാം, മറ്റേണ് മറിച്ചാണെന്ന് പറയും. പക്ഷെ ആരും വന്ന് ഇതുവരെ ഇതിനകത്തൊന്നും ചെയ്യണം ഞങ്ങൾ കണ്ടിട്ടില്ല. വോട്ടുണ്ടെന്ന് ഈ ഞങ്ങൾ വോട്ടിലെ പാവങ്ങൾ വോട്ടിടാൻ വരില്ല. വോട്ടിടാൻ ഒന്നും ചെയ്യണില്ല. വോട്ടിനും പോവില്ല. കറപ്ഷൻ, അങ്ങേയറ്റത്തെ കറപ്റ്റ് ചെയ്യുന്നവരെയാണ് പ്രമോഷൻ കൊടുത്ത് സ്ഥാനങ്ങളിൽ ഇരുത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് സമ്മിശ്ര പ്രതികരണമാണ്. വികസനം ഇല്ല എന്ന് ഒരു കൂട്ടരും ഇനിയും വികസനം വരണമെന്ന് മറ്റൊരു കൂട്ടരും അഭിപ്രായപ്പെടുകയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെയും ജനങ്ങളുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജീവൻ ജനഹിതയാത്ര കേട്ടുകഴിഞ്ഞു. ഇപ്പോൾ ജീവന്റെ ജനഹിതയാത്ര തിരുവനന്തപുരം മണ്ഡലത്തിലെ ശംഖുമുഖത്ത് നിന്ന് വിട പറയുകയാണ്. ഇനി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വിശേഷങ്ങളുമായി ഇനി നാളെ.